ഇത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമോ അല്ല. ഇതൊന്നും നമ്മുടെ ഈ സമൂഹത്തിന് ചേർന്നൊരു കാര്യങ്ങളല്ല. സ്ത്രീകളെ മാനിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായി നാം സ്വീകരിക്കേണ്ടതാണ് മനുഷ്യൻ എന്ന നിലയ്ക്ക്. അതിൻ്റെ അപ്പുറം ഒരു ജനപ്രതിനിധി കൂടിയാകുന്ന സമയത്ത് ആ പ്രശ്നത്തിൻ്റെ ഗൗരവം വളരെ കൂടുതലാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. കാരണം രാവിലെ 7 മണിക്ക് മുതൽ ഇത്രയും സമയം പ്രചരണം കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രചരണത്തിൻ്റെ ഭാഗമായി ഒരു പരിപാടിക്ക് വന്നതാണ്. കൂടുതൽ വിശദാംശങ്ങൾ എനിക്കറിയില്ല. പക്ഷേ നമ്മളുടെ DCS ജില്ലാ സെക്രട്ടറി ഇതിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയെന്ന് കേട്ടു. അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. പക്ഷേ കേട്ടപ്പോൾ നെട്ടലാണ് ഉണ്ടായത്. ഇതൊന്നും ഈ സമൂഹത്തിന് യോജിച്ചതല്ല. ഇതൊന്നും ഒരു ജനപ്രതിനിധികളും അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യരുത്. അങ്ങനെ ഏതെങ്കിലും ജനപ്രതിനിധിയുടെ തണലിലാണ്, ആ ധൈര്യത്തിലാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെയാണ് അതിങ്ങനെ പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ കേട്ടത്. അതൊന്നും ശരിയല്ലാത്ത കാര്യങ്ങളാണ്. ഇടതുപക്ഷമല്ല, മനുഷ്യനായിട്ട് പറഞ്ഞ ആർക്കും ഇതൊന്നും യോജിക്കാൻ കഴിയുന്ന കാര്യമില്ല. വലിയ സങ്കടമാണ്. കാരണം ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ വലിയ സങ്കടമാണ്. നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടി ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ സങ്കീർണതകളൊക്കെ നമുക്കറിയാം. എത്ര ദിവസത്തെ എത്ര പേരുടെ അധ്വാനം, അതിൻ്റെ കൂടിയാണ് ഒരു ജനപ്രതിനിധി ഉണ്ടാകുന്നത്. ആ കൂടെ നിൽക്കുന്നവരും മുഴുവനും നമ്മൾ വല്ലാതൊരു അവസ്ഥയിലാക്കുകയല്ല. നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രവർത്തകനെ നമ്മൾ ഇതെങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ മോശമായ ഒരു കാര്യമാണ്. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അത് ഏത് കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾ എന്നുള്ളതല്ല, ആരാണെങ്കിലും ഇതൊന്നും അംഗീകരിക്കപ്പെടാൻ പാടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഒരു ജനപ്രതിനിധിയായി ഞാൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇമാതിരിയുള്ള കാര്യങ്ങൾക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കാനും ഇവിടുത്തെ നമ്മളുടെ സഹോദരന്മാരുടെ അല്ലെങ്കിൽ സഹോദരിമാരുടെയൊക്കെ സംരക്ഷണത്തിന് മുഖ്യ പ്രാധാന്യം നൽകണം എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരുപാട് നിയമങ്ങളുണ്ടെങ്കിൽ പോലും ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ഈ ജനപ്രതിനിധികളുടെ കാര്യത്തിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി, പോലീസ് SP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കേസ് എടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പറയുമ്പോഴറിയുന്നത്. പോലീസിനെ നടപടിക്ക് നമ്മൾ പാലിക്കുക തന്നെ വേണം. കാരണം അതിനകത്തൊന്നും ഒരു ഇളവ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അറിഞ്ഞിടത്തോളം ഒരു SC വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയാണെന്ന് കേട്ടത്. അതിൻ്റെയൊക്കെ വ്യാപ്തി വളരെ കൂടുതലാണ് അല്ലേ. നിയമപരമായി തന്നെ അതിൽ ഒരുപാട് ശിക്ഷകൾക്ക് ഒരുപാട് കൂടുതൽ വകുപ്പുകളൊക്കെ വ്യത്യസ്തമായ വകുപ്പുകളാണ്. അപ്പോൾ പോലീസിൻ്റെ നടപടി സ്വീകരിക്കണം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയൊന്നും ഇമാതിരിയുള്ള കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ നടപടിയെടുക്കുന്ന ആളാണ്. അതിനകത്ത് മുഖം നോക്കാതെയുള്ള നടപടിയായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാവുക. അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ആ പരാതി ആർക്ക് അത് കൈമാറണമോ ആ രീതിയിൽ തന്നെ കൈമാറിയിട്ടുണ്ടാവും. അത് ഉറപ്പാണ്. ആ കാര്യത്തിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റാരുണ്ട് LDF അല്ലാതെ?